എന്താരും വിളിക്കുന്നുണ്ടല്ലോ എന്നെ. കണ്ടിട്ട് ഇവിടെയാണ് തോന്നാ. ഇവിടെ വണ്ടി ഉണ്ട്. അത് പറയുന്നത് റഷ്യക്കാരാണ് പറഞ്ഞു. അപ്പം നമുക്ക് റഷ്യക്കാം. അധികം വണ്ടിയിൽ മറ്റേ ഇപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷന് ട്രാപ്പായ ഇവിടെ ലംബോർഗിനി ഉണ്ട്. അത് വെച്ച് നമുക്ക് ഇടിച്ചിടാം. അവരെ ഇടിച്ചിടാം. നമുക്ക് നമുക്ക് ഇടിച്ചിടാം ഇവിടെ. ഓക്കെ, ഇടിച്ചു മാറ്റാം. ഇറങ്ങേണ്ട വണ്ടിയിൽ പിന്നെ ചെറിയ പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വണ്ടി തരാം. ഓക്കെ, ഞാൻ വണ്ടി ഇടിക്കാൻ പോണ. അയ്യോ, ആരൊക്കെ വണ്ടി തലകുത്തി മഴയുന്നുണ്ട്. അയ്യോ, ഞാൻ തളർച്ചു വീണ്. ഭാഗ്യം, ഒന്നും പറ്റിയില്ല. ഇത് ലെജൻഡറുണ്ട് ഗൈസ്. ഇത് ഇവിടെ ആരാണ് നോക്കാം ഗൈസ്. ഇവിടെ മറ്റേ ട്രെയിനൊക്കെ വരുന്നുണ്ടല്ലോ. ട്രെയിനിൻ്റെ അവിടെ നിർത്തിത്തിരിക്കുന്നത്. നമുക്ക് നേരെ ചേട്ടനെ രക്ഷിക്കും. ഇവിടെ ട്രെയിൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് മറ്റേ ഇങ്ങനെങ്കിലും മറ്റേ ചേട്ട പറഞ്ഞ ഇതിങ്ങനെ തല്ലി പൊട്ടിക്കുക. ആ ചേട്ട പറഞ്ഞ് എൻ്റെ ഹെൽപ്പാണ് വേണ്ടത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി വേണം. അപ്പം പറഞ്ഞ് പിസ്സ ഡെലിവറി ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ രാത്രിയാണ് പിസ്സ ഡെലിവറിയുടെ ടൈം. അപ്പോൾ രാത്രിയിൽ പിസ്സ ഡെലിവറി. ഓക്കെ, രാത്രിയല്ല പിസ്സ. നമുക്ക് നമ്മുടെ ബൈക്ക് എടുത്ത് വരും. അപ്പം എന്തിനാ ഞാൻ ഈ ജോലിന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് ബൈക്ക് ഉണ്ട്. അത് ഞാൻ EMIക്ക് എടുത്തത്. അത് ലോൺ അടിച്ച് കയ്യെ കുറച്ച് നാട് അതുകൊണ്ട് എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ജോലി ഓക്കേന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, നമുക്ക് വീട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നടത്തണം. എൻ്റെ ഒരു കേസും ഇല്ല. ഞാൻ മറ്റേ നോർമൽ ഗായ. ഞാൻ മറ്റേ 20,000 കണ്ടപ്പോൾ ഇത് റിയൽ റേറ്റ് ഇത്രയാണ് 40K. ഈ 20,000 കൂട്ടി അടിക്കണം. അതിന് എന്തെങ്കിലും പൈസ ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് ജോലി വേണമെന്ന്. ഓക്കെ നമുക്ക് നമുക്ക് രാത്രിയായിട്ട് കാണാം. അയ്യോ, ഞാൻ തളർച്ചു വീണേ. എനിക്ക് ജോലി ആവാൻ ടൈമായിട്ടുണ്ട്. ഇപ്പം എത്രയായി? 8 മണിക്കാണ് അയാൾ പറയണേ. നമ്മുടെ പിസ്സ ഷോപ്പില്ലേ, അത് ഇവിടെ അടുത്താണ് കേട്ടോ. പിസ്സ ഷോപ്പ് അടുത്തേക്കൊണ്ട് നമുക്ക് നേരെ പിസ്സ സ്റ്റോപ്പിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് ബാഗിൽ കുറേ പിസ്സകളുണ്ട്. അതിങ്ങനെ നമുക്ക് ഇത് കുട്ടപ്പൻസ് ഹൗസിനാണ് പേര്. കുട്ടപ്പൻസ് ഹൗസിന് അത് ഞാൻ ചെറിയൊരു ചേച്ചി വന്നോ. ഇവിടെ ചേച്ചി ഉണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അല്ല, അണ്ണനാ, സോറി. കുട്ടപ്പൻസ് ഹൗസ് ഇവിടെ അണ്ണൻ പറയണം. ഇവരാണ് കുട്ടപ്പൻസ് ഹൗസിന്. റെയിൽവേ സ്റ്റേഷനാണ് കുട്ടപ്പൻസ് ഹൗസിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ പോവാം. കുട്ടപ്പൻസ് ഹൗസ് ഇതാണെന്നാണ് പറയണേ. ഇത് കണ്ടിട്ട് ജുറാസിക് പാർക്ക് പോലെ ഉണ്ടല്ലോ. എന്ത് പാർക്കാണ് അറിഞ്ഞൂടാ. ജുറാസിക്കിലാണ് എഴുതിയിരിക്കുക. ഇതാണ് ലൊക്കേഷൻ. ഇവിടെ ഏറെ മോൺസ്റ്ററുടെ സൗണ്ട് ഉണ്ട്. എൻ്റെ സൗണ്ട് കേൾക്കണുണ്ട്. നമുക്ക് പോലീസിനെ വിളിച്ചിട്ട് വരുത്താം. അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് ഇവിടെ പോവാൻ. നമുക്ക് നമുക്ക് പോലീസിനേക്ക് വിളിച്ചിട്ട് വരാം. പോലീസുകാർ അങ്ങനെ വന്നിരിക്കുന്നതാണ്. പോലീസ് ചേട്ടാ, ഇവിടെ ഏതോ ഭൂതത്തിന് സൗണ്ട് കേൾക്കണുണ്ട്.
എന്താ വീടോ അങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കാൻ പറ്റോ? മറ്റേ പോലീസുകാർ പറഞ്ഞൊരു ഇത് ഡൈനോസർ വരുന്ന ഏരിയ ആണ്. എന്നുവെച്ചാൽ ഡൈനോസർ എന്ന ഏരിയ എനിക്കറിഞ്ഞൂടെ. ഇവിടെ കുറെ മുട്ടകൾ ഇരിക്കുന്നുണ്ട്. അയ്യോ ഇവിടെ ഒരു ഡൈനോസർ. പോലീസുകാർ എന്ത് ചെയ്യും? ലൈറ്റ് ഓൺ ആക്കടാ. ആ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ടേ. അയ്യോ ഡൈനോസർ അല്ല, പ്രേതല്ലേ. മറ്റേ പോലീസുകാർ പറയുന്നത് ഡൈനോസറാണ് ഇത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഡൈനോസറാണ്. പോലീസ്മാൻ പറയണേ നാളെ എൻ്റെ കല്യാണം എന്താ? കല്യാണമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അയച്ചുതരാം. എന്താ പോലീസ്മാൻ, ഞങ്ങൾ കല്യാണം ക്ഷീണിച്ചിട്ടില്ലേ? പോലീസുമാൻ പറയുന്നത് എല്ലാവരും വിളിക്കാതെ എന്നെ ഇവിടെ രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞു. ഓക്കെ സാറേ, നമുക്ക് രക്ഷപ്പെടുത്താം. നമ്മുടെ വണ്ടി എപ്പോഴും അവിടെയാണ്. എങ്ങനെയൊക്കെയോ നമ്മളെ രക്ഷപ്പെടുത്തുക. തുറക്കണ പാടില്ലേ? നമ്മുടെ വണ്ടി ഇതാണ്. ഓക്കെ പോലീസുകാർ പറയണേ എന്നെ ഇടിക്കൂടാണ്. അയ്യോ ഇടിക്കില്ല സാറേ. പോലീസുകാർ വണ്ടിയും പോയി. എൻ്റെ കുറേ ബ്ലഡൊക്കെ പോയി. ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് അടിച്ച നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.